ഒരു മന്ത്രിസഭ തന്നെ നിഴലിൽ നിൽക്കുന്ന വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് പി എം ശ്രീ. പ്രധാനമന്ത്രി ഫോർ എന്താണ് സ്കൂൾ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ഈ പി എം ശ്രീ വന്നത്. എന്നാൽ പി എം ശ്രീയിൽ ഫണ്ട് വാങ്ങുന്നത് പിന്നെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ. അതാണ് ഇതിൻ്റെ വിഷയം, ക്രക്സ് അവിടെയാണ്. പി എം ശ്രീ അല്ല പ്രശ്നം. SSAക്ക്, അതായത് സമഗ്ര ശിക്ഷാ അഭിയാൻ അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്ക് പണം കിട്ടണമെങ്കിൽ പി എം ശ്രീയിൽ ഒപ്പിടണം. പി എം ശ്രീയിൽ ഒപ്പിടണമെങ്കിൽ NEP അംഗീകരിക്കണം. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. എന്നാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് തികച്ചും അക്കാഡമിക്കായിട്ടുള്ളൊരു ചർച്ചയാണ്. ഇതിനകത്ത് ബയാസ്ഡ് ആയിട്ടാണ് ഈ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കേരളം പോലുള്ളൊരു സ്ഥലത്ത് BJP RSS പരിപാടി അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു സംവിധാനം ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉടനെ സംഖ്യ കൊണ്ടുവന്നു എന്ന് വിചാരിച്ച് അതിനെ കണ്ണടച്ച് എതിർക്കുന്നതും ശരിയല്ല. എന്നാൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ BJP ഗവൺമെൻറ്റും സംഘപരിവാർ ഗവൺമെൻറ്റും ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJP ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റാലിൻ്റെ പാർട്ടിയുണ്ട്, DMK ഉണ്ട്, പിന്നെ മമതാ ബാനർജിയുടെ തൃണമൂലുണ്ട്, പിന്നെ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു പരിപാടി കൊണ്ടുവരുമ്പോൾ അവരെങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ടത് ഇത് രണ്ട് തലത്തിലും നമ്മൾ ചർച്ച ചെയ്യണം. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകളും തോമസ് ഐസക്കിൻ്റെ മന്ത്രിസഭയിലുണ്ട്, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും കുറേ അധികം ആളുകളും പറയുന്നത് പി എം ശ്രീ പദ്ധതിയിൽ പണം വാങ്ങാം, പക്ഷേ നമ്മൾ നടപ്പിലാക്കാതിരുന്നാൽ പോരെ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ളതല്ലേ സ്കൂൾ, KST അടക്കമുള്ള ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ളവരല്ലേ കൂടുതൽ അധ്യാപകരും, PTA മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലല്ലേ, നടപ്പിലാക്കാതിരുന്നാൽ പോരെ. ഇതിനകത്ത് പകുതി ശരിയും പകുതി തെറ്റുമുണ്ട്. നമ്മളിതെല്ലാം കൃത്യം ചർച്ച ചെയ്ത് പോകണം. ഒന്നാമത്തെ തെറ്റും ഒന്നാമത്തെ ശരിയും, കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് ആയതിനു ശേഷം ഈ കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികളിൽ സമഗ്രമായ പരിഷ്കാരങ്ങളാണ് വരുന്നത്. ഏത് പദ്ധതി എടുത്താലും വളരെ സമഗ്രമായ പരിഷ്കാരങ്ങളാണ് വരുന്നത്. ആ പരിഷ്കാരങ്ങളിൽ പദ്ധതിയുടെ പേരെഴുതണം, ബോർഡ് വയ്ക്കണം, പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റ് ബോർഡ്, വളരെ വലിയ പരിഷ്കാരമാണ് വരുന്നത്. ഈ പരിഷ്കാരത്തിൻ്റെ ഇടയിൽ കൂടി RSS സംഘപരിവാറിൻ്റെ ആളുകളായിട്ടുള്ള അക്കാഡമിഷ്യന്മാർ കൂടി ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അവരായിരിക്കുമല്ലോ പല തീരുമാനം. അപ്പോൾ അതിൻ്റെ ചില അജണ്ടകളും ദേശീയത, അതുപോലെ തന്നെ സ്വദേശി, പിന്നെ ഇന്ത്യയുടെ കൾച്ചർ, ഇന്ത്യയുടെ മതചിന്തകൾ, സനാതന ധർമ്മം, ഇതൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അവിടെ നമുക്ക് എങ്ങനെയാണ് തോമസ് ഐസക് പറഞ്ഞത് ഇത് പ്രായോഗികമായി ചെയ്യാൻ പറ്റുക? ജലജീവ മിഷൻ പദ്ധതി എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു. എല്ലാവർക്കും 5 വർഷം കൊണ്ട് രാജ്യത്ത് എല്ലാവർക്കും പൈപ്പിലൂടെ കുടിവെള്ളം കൊടുക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു. പക്ഷേ ജലജീവ മിഷൻ പദ്ധതി രാജ്യത്ത് ഒരിടത്ത് നടപ്പിലാക്കുന്നത് പോലെ അല്ല കേരളത്തിൽ നടപ്പിലാക്കുന്നത്. വ്യത്യസ്തമായിട്ടാണ് നടപ്പിലാക്കുന്നത്. വാട്ടർ അതോറിറ്റിയാണ് ചെയ്യുന്നത്. അത് നിയമത്തിനെതിരാണ്, കേന്ദ്ര നിയമത്തിനെതിരാണ്. കേന്ദ്ര നിയമം പറയും പോലെ അല്ല ചെയ്തത്. എന്നിട്ട് പൈസ കിട്ടി, കുറച്ച് പൈസ ഇനിയിപ്പോൾ കിട്ടി, സമയവും നീട്ടി കിട്ടി. ആയുഷ്മാൻ ഭാരതിലും കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതൊന്നും കേരളം ചെയ്തില്ല, കേരളത്തിന് പൈസ കിട്ടി. അതുപോലെ PM ഉഷ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതൊന്നും കേരളം ചെയ്തില്ല, എന്നിട്ടും പ്രോജക്റ്റ് നടപ്പിലാക്കി, പണം ചിലവാക്കി. പക്ഷേ അവർ പറഞ്ഞ മറ്റ് പല കണ്ടീഷൻസും നോംസും ഒന്നും പാലിച്ചില്ല. ബോർഡ് വയ്ക്കുക, പേര് വയ്ക്കുക, ഇതൊന്നും പാലിച്ചില്ല. ദീനദയാൽ ഉപാധ്യായ പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വന്നു, അതിനകത്തും ബോർഡ് വയ്ക്കണം, പേര് വയ്ക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞു. അതൊന്നും നടപ്പിലാക്കിയില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പറയുന്ന കാലാകാലങ്ങളിൽ പറയുന്ന NRHMലൊക്കെ ഒരുപാട് പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന പരിഷ്കാരങ്ങളൊന്നും സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടില്ല. അത് തോമസ് ഐസക് പറയുന്നത്, ഡോക്ടർ തോമസ് ഐസക് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. കറുപ്പും വെളുപ്പും എന്ന് പറയില്ല, അതിൻ്റെ ഇടയ്ക്കൊരു നിറം നമുക്ക് എടുക്കണം. കറുപ്പെന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങണ്ട, അല്ലെങ്കിൽ വെളുപ്പെന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കോളൂ. ഇതിനിടയ്ക്കുള്ളൊരു മദ്യ നയം എടുക്കണം, ഇടയ്ക്കുള്ളൊരു മിഡിൽ പോളിസി എടുക്കണമെന്ന് തോമസ് ഐസക് പറയുന്നതിന് അതൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളും നയപരമായി സ്റ്റേറ്റ് നടപ്പിലാക്കണമെന്നില്ല. അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും അങ്ങനെ നടപ്പിലാക്കിയിട്ടുമില്ല. എന്നിട്ടും ഫണ്ടൊന്നും തടസ്സപ്പെട്ടിട്ടില്ല. അത് വേറെ ഒരു വിഷയം. ഇതാണ് തോമസ് ഐസക് പറയുന്ന, ഐസക്കിൻ്റെ ശിഷ്യഗണാദികൾ പറയുന്നതിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. എന്നാൽ ഇതിനൊരു നെഗറ്റീവ് കാര്യമുണ്ട്. നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് കോളേജ് തലത്തിൽ വരും, മറ്റൊന്ന് സ്കൂൾ തലത്തിൽ വരും. കോളേജ് തലത്തിൽ വരുന്നത് ആൾറെഡി പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉദാഹരണം, 4 വർഷത്തെ കോഴ്സ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വാല്യുവേഷൻ സിസ്റ്റത്തിൽ കുറേ മാറ്റം അവർ പറഞ്ഞു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കോളേജ് തലത്തിൽ പല കാര്യങ്ങളും, അതുപോലെ തന്നെ കോഴ്സ് 1 വർഷം കഴിയുമ്പോൾ അവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, 2 വർഷം കഴിയുമ്പോൾ അടുത്ത ലെവൽ സർട്ടിഫിക്കറ്റ്, 3 വർഷം കഴിയുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, 4 വർഷം കഴിയുമ്പോൾ PhD ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇഷ്ടമുള്ളപ്പോൾ കോഴ്സ് വിട്ടുപോകാൻ, ഇഷ്ടമുള്ളപ്പോൾ കോഴ്സിൽ വരാനൊക്കെ ഉള്ള ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ NEPയിലുണ്ട്.
അത് പലതും കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ അവിടെയാണ് തോമസ് ഐസക് വീണ്ടും ഉത്തരം പറയേണ്ടത്, ഐസക്കിൻ്റെ ശിഷ്യഗണങ്ങൾ ഉത്തരം പറയേണ്ടത്. അങ്ങനെ സ്കൂളിൽ ഇത് നടപ്പിലാക്കാതിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോളേജ് ലെവലിലുള്ള പണം വാങ്ങിയിട്ട് അത് നടപ്പിലാക്കി? അടുത്ത ചോദ്യമുണ്ട്. ഇതൊരു അക്കാഡമിക്കാണ് കേട്ടോ. ഐസക് സാറായാലും ആര് കണ്ടാലും ഇതൊരു അക്കാഡമിക് വീഡിയോ ആണ്, ഒരു കാരണവശാലും വഴക്കുണ്ടാക്കാനല്ല, ഒരു ചർച്ചയ്ക്ക് വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ എന്താണ്, ഞാനൊരു പക്ഷവും പറയുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നാഷണൽ ഗവൺമെൻറ് അല്ലെ സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ കോളേജ് വിഭാഗത്തിൻ്റെ, ഹയർ എഡ്യൂക്കേഷൻ വിഭാഗത്തിൻ്റെ പല കാര്യങ്ങളും കേരളം ഒപ്പുവെച്ചുകൊണ്ട് പൈസ വാങ്ങി. UGCയുടെയും യൂണിവേഴ്സിറ്റിയുടെയൊക്കെ പൈസ വാങ്ങി. അത് വാങ്ങിയിട്ട് പല കാര്യങ്ങളും നടപ്പിലാക്കുകയും അതിലുള്ള പരിശീലനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ NEPയുടെ കോളേജിൽ ഇതൊക്കെ നടപ്പിലാക്കേണ്ടി വരും. സ്കൂളിൽ നടപ്പിലാക്കാതെ പണം മാത്രം തന്നിട്ട് വെറുതെ ഇരിക്കുമോ? ഒന്നാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ 2, BJP ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങൾ പോലുള്ളൊരു ഗവൺമെൻറ് അല്ല. രാജീവ് ചന്ദ്രശേഖരനെ പോലെ അല്ല, BJP പാർട്ടി രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ടെക്നോക്രാറ്റായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ ഇവിടെ വരികയും അദ്ദേഹം BJP അടിമുടി പ്രൊഫഷണലാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എങ്ങനെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു എന്നുള്ളത് ഒരു മോണിറ്ററിങ്ങും വിജിലൻസും ഒക്കെ BJP ആരംഭിച്ചു എന്ന് എനിക്ക് അഭിപ്രായമല്ലേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരംഭിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ? തോമസ് ഐസക് ബുദ്ധിമുട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ ഒപ്പുവെച്ചു എന്ന് വിചാരിച്ച് ഫണ്ട് കിട്ടിയെന്ന് വിചാരിച്ച് തുടർ ഫണ്ട് കിട്ടും. കാരണം ഇത് വർഷത്തിൽ 4 പ്രാവശ്യമൊക്കെയാണ് ഫണ്ട് തരുന്നത്, അല്ലാതെ SSA ഫണ്ട് ഒന്നിച്ചിങ്ങ് തരികയല്ല ചെയ്യുന്നത്. വർഷത്തിൽ 4 പ്രാവശ്യമായിട്ടാണ് തരുന്നത്, 4 ഗഡുക്കളാണ്. അപ്പോൾ അടുത്ത ഗഡുക്കളിൽ, വരാൻ പോകുന്ന ഗഡുക്കളിൽ, ഇപ്പോൾ കുറേ പൈസ തരും ഈ സന്തോഷത്തിൽ, ഒപ്പുവെച്ച സന്തോഷം. വരാൻ പോകുന്ന ഗഡുക്കളിൽ കേരളത്തിൽ ഒരു ഇവാലുവേഷൻ നടത്തി, കേരളത്തിൽ നിങ്ങൾ കേന്ദ്ര ഗൈഡ് ലൈനിൽ ഇന്ന കാര്യങ്ങൾ NEP ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങളത് ചെയ്തിട്ട് വാ, ഫണ്ട് തരാം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇതിനൊരു ക്ലാസിക് ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ ജലമേഖലയിലെ പരിഷ്കാരങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു പ്രോജക്റ്റ് അവർ നടപ്പിലാക്കി. കേന്ദ്ര ഗവൺമെൻറ് സ്വജൽധാര നടപ്പിലാക്കി, ജലജീവ മിഷൻ നടപ്പിലാക്കി. സ്വജൽധാര നടപ്പിലാക്കിയതിനു ശേഷം NWDPRA എന്ന് പറഞ്ഞ് മറ്റൊരു പദ്ധതി നടപ്പിലാക്കി. NWDPRA എന്ന് പറഞ്ഞ പദ്ധതി അവരുടെ നോംസ് അനുസരിച്ച് കേരളത്തിൽ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് 460 കോടി രൂപ അവർ തന്നില്ല. അത് വലിയ വിവാദത്തിലേക്ക് പോയി. MDക്ക് സസ്പെൻഷൻ അല്ല, MDക്ക് അന്വേഷണം വന്നു. വലിയ പ്രതിസന്ധിയിലേക്ക് വാട്ടർ അതോറിറ്റി പോയി. 500ഓളം കോടി രൂപ നഷ്ടമാവുകയും ചെയ്തു. എന്താ നഷ്ടമായ കാര്യം? NWDPRAയിലെ ഗൈഡ് ലൈൻ കേരളം പാലിച്ചില്ല. അതുകൊണ്ട് കേരളത്തിന് അലോക്കേഷൻ പിന്നെ തന്നില്ല. അപ്പോൾ അതുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ ഒപ്പുവെച്ചെങ്കിലും മുഴുവൻ പൈസയും പെൻഡിങ് പൈസ തന്നാലും തുടർന്ന് അങ്ങോട്ടുള്ള പണം തരാൻ, തുടർന്ന് അങ്ങോട്ടുള്ള പൈസ ഗഡുക്കൾ കേന്ദ്ര ഗവൺമെൻറ് തരാൻ ഈ നോംസ് പാലിച്ചില്ലെങ്കിൽ തരുമോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് ഡോക്ടർ തോമസ് ഐസക് ഇതിന് വേണ്ടി വാദിക്കുന്നവരും ഉത്തരം പറയേണ്ട മറ്റൊരു കാര്യമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാളിൽ പൈസ വേണ്ട എന്ന് പറയുന്നു, തമിഴ്നാട്ടിൽ ഈ പണം വേണ്ട എന്ന് പറയുന്നു. അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പണം എല്ലാ വർഷവും ഗഡുക്കളായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവതരമായ ചില ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP ഒക്കെ തമ്മിൽ വളരെ ഗൗരവതരം അക്കാഡമിക്കായിട്ടുള്ള ഒരു ചർച്ച നടക്കണം. ഇത് നടത്തുമ്പോൾ PM ശ്രീ പദ്ധതിയിലെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട്, കാര്യം വീഡിയോയുടെ ഒരു സമയമുണ്ടല്ലോ, അത് നമുക്ക് മറ്റൊരു വീഡിയോയും കൂടി, കാരണം ഇത് 2-3 വീഡിയോ ചെയ്താൽ മാത്രമേ വിഷയം തീരുകയുള്ളൂ. NEPയിൽ പറയുന്ന ചില വിഷയങ്ങൾ നമുക്ക് പ്രശ്നമാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ വിഷയം. ഒന്ന്, NEP ആസച്ച് നമ്മൾ അംഗീകരിക്കുന്നില്ല, അതൊരു പറയുന്നു. 2, സംഘപരിവാറിൻ്റെ ഒരുപാട് അജണ്ടകൾ ഇത് വരുന്നു. ദേശീയ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, മറ്റ് സയൻസുകൾ, വിദേശത്തുള്ള സയൻസുകളൊന്നും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കുറേ തർക്കങ്ങളുണ്ട്. ഉദാഹരണമായി പറയുന്നത്, വളരെ ക്ലാസിക്കലായ ചില ഉദാഹരണം പറയുന്നു, വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ്. തീർച്ചയായിട്ടും അവരാണ്. എന്നാൽ ഇന്ത്യയിൽ വിമാനത്തിൻ്റെ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പുഷ്പവിമാനവും ഒരുപാട് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചതിൻ്റെയൊക്കെ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ സന്ദേശങ്ങളും സൂചകങ്ങളും പഠിച്ചാൽ മതി, മറ്റത് പഠിക്കേണ്ട എന്നാണ് കേന്ദ്രം എന്നാണ് പറയുന്നത്. കേരളം പോലുള്ള സംസ്ഥാനം പറയുന്നത്, അല്ലെങ്കിൽ യുക്തിവാദികളും ശാസ്ത്രാർത്ഥ പരിഷത്തും പറയുന്നത്, ഇന്ത്യയിലേത് പഠിക്കേണ്ട, മറ്റത് പഠിച്ചാൽ മതി എന്നാണ്. റൈറ്റ് സഹോദരൻ, നമ്മൾ തിരിച്ച് ചിന്തിക്കണ്ടേ? റൈറ്റ് സഹോദരന്മാരത് പഠിക്കണം, ഇന്ന വർഷം കണ്ടുപിടിച്ചു, എന്നാൽ ഇത്ര നൂറ്റാണ്ടിൽ ഇന്ന നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കിടപ്പുണ്ടെങ്കിൽ, പുരാണത്തിൽ കിടപ്പുണ്ടെങ്കിൽ, മിത്തിൽ കിടപ്പുണ്ടെങ്കിൽ അതുകൂടി കുട്ടികൾ അറിഞ്ഞിരുന്നത് കൊണ്ട് കുട്ടികൾ ചീത്തയാവുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ സിലബസിൽ ഇങ്ങനെ പലതരത്തിൽ സിലബസ് ചിന്തിക്കണം. ഹിന്ദി പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഹിന്ദി ആൾറെഡി കേരളത്തിൽ പഠിപ്പിക്കുന്നു, തമിഴ്നാട്ടിലാണ് വിഷയമുള്ളത്, കേരളത്തിൽ വിഷയമില്ല. അപ്പോൾ PM ശ്രീ പദ്ധതി കേരളത്തിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് നടപ്പിലാക്കാൻ പറ്റുക, ഏതൊക്കെയാണ് നടപ്പിലാക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി വേണം. നമ്പർ 1. നമ്പർ 2, എല്ലാം നടപ്പിലാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ തുടർ ഗഡുക്കൾ പണം തരുമോ? അടുത്ത ചോദ്യം.
മൂന്നാമത്തെ ചോദ്യം, മറ്റ് പല പദ്ധതികളിലും പണം നഷ്ടപ്പെട്ടതുപോലെ ഇതിലും പണം നഷ്ടപ്പെടുമോ? അടുത്ത ചോദ്യം, പഴയ ബി ജെ പി അല്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ സംസ്ഥാനത്ത് എങ്ങനെ നടക്കുന്നു എന്ന് കൃത്യമായി പാരലായി മോണിറ്റർ ചെയ്ത് കേന്ദ്രത്തെ അറിയിച്ച് ഫണ്ട് തടസ്സപ്പെടുത്തി വയ്ക്കുമോ? കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ആ പറയുന്ന നോംസ് അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. അപ്പോഴാണ് മന്ത്രിസഭയെ നിഴലിൽ നിർത്തിക്കൊണ്ട് CPI നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരു ബംഗാളാവും കേരളം എന്ന് CPIക്കാരടക്കം പറഞ്ഞതുകൊണ്ട് ഇന്നലെ ശിവൻകുട്ടി ചത്തുപോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ണൂരിൽ AYFയുടെ പ്രതിഷേധ പ്രകടനവും ശിവൻകുട്ടിയുടെ കോലവും കത്തിച്ചു. അപ്പോൾ ആ നിലയിൽ വളരെ വളരെ ഗൗരവമായി AYFും ASFും ഒക്കെ സമരത്തിലേക്ക് പോകുന്നു, CPI സമരത്തിലേക്ക് പോകുന്നു, CPIയുടെ സംസ്ഥാന കൗൺസിലും എക്സിക്യൂട്ടീവും ഒക്കെ കൂടാൻ പോകുന്നു. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായ ഒരു ഭരണഘടനാ വിഷയമായും ഒരു അക്കാഡമിക് വിഷയമായും നിൽക്കുന്നു. അപ്പോൾ NEPയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ തോമസ് ഐസക് പറയുന്ന പോലെ അത്ര ലളിതമല്ല മറ്റ് പദ്ധതികൾ പോലെ, എന്നാൽ മറ്റുള്ളവർ പറയുന്ന പോലെ അത്ര സങ്കീർണവുമല്ല. അപ്പോൾ ഇത് ഗൗരവമായ ഒരു ചർച്ച കേരള സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇത് തുടർ വീഡിയോകളിലും മറ്റ് പല വിഷയങ്ങളും, ഇതിൻ്റെ പല ആംഗിളിലുള്ള വിഷയങ്ങളും സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് തുടർ ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം.